അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴ താലൂക്ക് കൺവെൻഷനും തെരഞ്ഞെടുപ്പ് നടത്തി കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ. കൂത്താട്ടുകുളത്ത് നടന്ന സമ്മേളനം അനൂപ് ജേക്കബ് MLA ഉദ്ഘാടനം ചെയ്തു. കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മൂവാറ്റുപുഴ താലൂക്ക് കൺവെൻഷനും തെരഞ്ഞെടുപ്പും കൂത്താട്ടുകുളത്ത് നടന്നു. ടൗൺ ഹാളിൽ നടന്ന യോഗം അനൂപ് ജേക്കബ് MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കോഓപ്പറേറ്റീവ് മേഖല ഏറ്റവും ശാക്തീകരിക്കപ്പെട്ട് നിലനിൽക്കുന്നത് തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന അനവധി പേരുടെ പ്രവർത്തനത്തിൻ്റെ മികവിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അങ്ങനെ ഒരു വലിയൊരു കാലഘട്ടം ഈ മേഖലയുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് നീങ്ങുവാൻ കഴിഞ്ഞ കേരളത്തെ സംബന്ധിച്ച് നമുക്ക് എപ്പോഴും അഭിമാനത്തോടെ നമ്മൾ പറയുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ കോഓപ്പറേറ്റീവ് സെക്ടർ. നമ്മുടെ കോഓപ്പറേറ്റീവ് സെക്ടർ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വളരെ വിഭിന്നമായ നിലയിൽ മുൻപന്തിയിൽ നിലനിർത്താൻ കഴിയുന്ന ഒരു കേരള മോഡൽ ഒരു മേഖലയെ നമുക്ക് ഈ സഹകരണ മേഖലയിൽ നമുക്ക് വളർത്തിയെടുക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ പ്രദേശത്ത് നോക്കിയാൽ 1-2 സ്റ്റേറ്റുകൾ പരമാവധി അതിൽ കൂടുതൽ ഉണ്ടാവുകയും അത്രമാത്രം ശക്തമായ ഒരു സിസ്റ്റം നമുക്ക് പടുത്തുയർത്താൻ കഴിയുന്നത് വിവിധ മേഖലകളെ ആസ്പദമാക്കി നീങ്ങാൻ കഴിയുന്നത് അത് ആരോഗ്യ മേഖലയിലാവട്ടെ, സാമ്പത്തിക മേഖല മാത്രമല്ല മറ്റ് സാമൂഹ്യ മേഖലകൾ, ആരോഗ്യ മേഖലകൾ, പൊതുവിതരണ മേഖലകൾ, അങ്ങനെ എത്രയോ മേഖലകളെ സ്പർശിച്ചുകൊണ്ട് കേരളത്തിൻ്റെ സാമൂഹിക ജീവിതത്തെ മാറ്റിയെടുക്കുവാൻ അല്ലെങ്കിൽ കൂടുതൽ മികവുള്ളതാക്കി മാറ്റുവാൻ കഴിഞ്ഞുവെന്നത് നമുക്കെന്നും ഓർത്തെടുക്കുവാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ്. താലൂക്ക് പ്രസിഡന്റ് ഡേവിഡ് ചെറിയാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ വിജയ ശിവൻ ഡയറക്ടറി പ്രകാശനവും മൂവാറ്റുപുഴ സർക്കിൾ യൂണിയൻ ചെയർമാൻ അനിൽ ചെറിയാൻ ആദരിക്കലും നഗരസഭാ പ്രതിപക്ഷ നേതാവ് പ്രിൻസ് പോൾ ജോൺ ജീവകാരുണ്യ ഫണ്ട് വിതരണവും ജില്ലാ പ്രസിഡന്റ് KK ജോർജ് പുതിയ അംഗത്വ വിതരണവും ജില്ലാ സെക്രട്ടറി VP ജോൺ ജില്ലാ സമ്മേളന ഫണ്ട് ശേഖരണവും ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് ജോയിന്റ് സെക്രട്ടറി മർക്കോസ് ഉലഹനാൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് TK ജോസ്, ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് ജേക്കബ് രാജൻ, അർബൻ സഹകരണ സൊസൈറ്റി പ്രസിഡന്റ് PC ജോസ്, ഗവൺമെന്റ് സർവൻസ് കോർപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് ഷൈജു ജോൺ തുടങ്ങിയവർ പ്രസംഗിച്ചു. വിരമിക്കൽ വിരാമമല്ല എന്ന വിഷയത്തെ ആസ്പദമാക്കി മൂവാറ്റുപുഴ ഡെൻ കെയർ മാനേജിംഗ് ഡയറക്ടർ ജോൺ കുര്യാക്കോസ് മോട്ടിവേഷൻ ക്ലാസും നയിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുറ്റതാക്കാൻ NAC അക്രഡിറ്റേഷനിൽ A++ കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ 2025-26 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.